Hello friends, travel vloginte അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങി ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു 2-3 കിലോമീറ്റർ അത്ര ദൂരമുള്ളൂ ടീ ഫാക്ടറിയിലോട്ടേക്കിട്ടാ. അപ്പോൾ ടീ ഫാക്ടറിയിൽ ഇവിടെ 2 ടീ ഫാക്ടറി ഉണ്ട്. നമ്മൾ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വണ്ടി പാർക്കിംഗ് ഒക്കെ ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. പാർക്കിംഗ് കിട്ടുമോ എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഇടുങ്ങിയ ഒരു വഴിയാണ് കേട്ടോ. ഇപ്പം നിറയെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ ഇതിൽ അപ്സ്റ്റെയറിലാണ് ടീ ഫാക്ടറി ഉള്ളത്. അടിയിൽ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ആക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് പിടിച്ചപ്പോൾ നല്ല ക്ലിയർ ആയില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാനത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻട്രി ഫീ ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊട്ടി ടൗൺ ഒരുവിധം കാണാവുന്ന ഒരു ഇതിലാണ് ഈ നമ്മുടെ ഈ ടീ ഫാക്ടറി നിൽക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു സീനാണ്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറുന്ന സമയത്തുണ്ടല്ലോ, ടീ ഫാക്ടറിയിലോട്ട് കയറുമ്പോൾ നമുക്കൊരു 10 രൂപയാണ് എൻട്രൻസ് ഫീസ് വരുന്നത്. അത് നമുക്ക് ചോക്ലേറ്റിന് വേണ്ട, ഇവിടെ മാത്രമാണ് അതുള്ളത്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി നമുക്കതൊന്നും ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നിന്ന് പിടിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അത് കാരണമാണ് ഇത്ര ഒരു ക്ലാരിറ്റി കുറവ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് മിഷൻസിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് വിവരിച്ച് തരാൻ പറ്റില്ലല്ലോ, നേരിട്ട് കാണേണ്ട ഒരു ഇത് തന്നെയാണ്. പിന്നെ ഒരു ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലെ ചായ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുള്ളത്. പുറമേ ഒന്നും കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെ ഇവിടെ തന്നെയാണ്. അതിൻ്റെ അടിയിൽ നമുക്കത് ഒരു വിൽക്കുന്നുണ്ട്. 3-4 തരം ഇതുണ്ട് ഇവിടെ. ഇലാച്ചി ടീ ഉണ്ട്, പിന്നെ അതുപോലെ മസാല ടീ, പിന്നെ സാധാ, പിന്നെ ചോക്ലേറ്റിൻ്റെ. അതാണ് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ചായലുണ്ട്. അത് നമ്മൾ പാലിൽ മാത്രം ഇട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൽ ചായല എങ്ങനെയാണ് ഇവിടെ ശരിക്കും അതിൻ്റെ ഇല നുള്ളി കൊടുത്തിട്ടിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ മെഷീനിലും കണ്ടില്ലേ, ഇത് ചെറിയ ചെറിയ ഇതാക്കി മാറ്റുന്ന ഒരു സ്റ്റേജാണ്. അങ്ങനെ അവർ പല ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചായ തരും. അപ്പോൾ അത് നമ്മുടെ എൻട്രൻസ് ഫീൽ പോകുന്നതാണ് തോന്നുന്നു കേട്ടോ. അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം നമുക്ക് ചായ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അടിയിൽ നമ്മൾ ഇതിൻ്റെ ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ചായയുടെ ഒരു ഷോപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഇഷ്ടമുള്ളത് ഇതാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഞാനതുപോലെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ആ ചായക്ക്. അപ്പോൾ നമ്മളിവിടെ 3 ഫ്ലേവറാണ് എടുത്തത് കേട്ടോ. ഇലാച്ചി, മസാല, അതുപോലെ സാദാ, അങ്ങനെ 3 ഫ്ലേവറാണ് ഞാൻ എടുത്തത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ഇനി നമുക്ക് ടീ ഫാക്ടറിയിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇനി അടുത്ത ഇതിലേക്ക് പോവാണ്. അപ്പോൾ ദൊഡ്ഡപ്പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കോടയൊക്കെ ഇറങ്ങണം, അതുപോലെ സൂയിസൈഡ് പോയിന്റ്, അങ്ങനെ കുറച്ച് ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ദൊഡ്ഡപ്പേട്ടയിലത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്